ഹായ് ഗായ്സ്, നമുക്കിന്നൊരു റോസ് ക്രോഷറ്റ് ചെയ്താലോ? ഏറ്റവും സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ക്രോഷറ്റാണ് റോസിൻ്റെ ക്രോഷറ്റ്. ജസ്റ്റ് കുറച്ച് സിമ്പിൾ ടിപ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഈ കുട്ടി ഡ്രസ്സിൻ്റെ ഫ്രോക്കിന്, അല്ലെ ബാഗിന് ഡെക്കറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. ആദ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം, സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം അത് നല്ല ഫ്ലെക്സിബിളാണോ നോക്കണേ, അധികം ലൂസാവണ്ട. എന്നിട്ട് 37 ചേഞ്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 and finally 37. അപ്പം അങ്ങനെ 37 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇനി നെക്സ്റ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 5th ചെയിൻ അങ്ങനെ 5th ചെയിനിലോട്ട് ഒരു DC ചെയ്യണം. 1 2 3 4 5 5th ചെയിനിലേക്ക് DC ചെയ്യാം. അപ്പോൾ യാൻ ഓവർ ചെയ്ത് ആ 5th ഇൻസേർട്ട് ചെയ്യാം. ഓവർ ചെയ്തിട്ട് 5ാമത്തേൽ ഇട്ട് എന്നിട്ട് ആ യാൻ പുറത്തേക്ക് എടുത്ത് 3 ലൂപ്പായി. പിന്നെ ഒന്നെടുത്ത് ആ 2 ഉള്ളിലിട്ട് പിന്നെ നെക്സ്റ്റ് 2 ഉള്ളിലേക്കൂടെ വലിക്കാം. എന്നിട്ട് അതേ ഹോളിൽ തന്നെ 2 ചെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു DC ചെയ്യണം. യാൻ ഓവർ ചെയ്ത് 2 ഉള്ളിലൂടെ കൊണ്ടുവന്ന് വീണ്ടും 2 ഉള്ളിലേക്കൂടെ കൊണ്ടുവരും. അപ്പോൾ ഫസ്റ്റ് ഇതായി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3rd വണ്ണിലേക്ക് ആദ്യം ഒരു DC ചെയ്യാം. യാൻ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുത്ത് 2 ഉള്ളിലിട്ട് യാൻ ഓവർ ചെയ്ത് 2 ഉള്ളിലിട്ട് പിന്നെ 2 ചെയിൻ ചെയ്യുക.
പിന്നെ വീണ്ടും ഞാൻ ഓവർ ചെയ്ത് ഒരു ഡിസിയും കൂടി സെയിം ഹോളിലേക്ക് ചെയ്ത് 2 ഡീസ്. അപ്പോൾ അങ്ങനെ ഇനി ആദ്യം 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ അതിൽ ആദ്യം ഒരു DC ചെയ്യുക. ഞാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്ന് വന്ന് പിന്നെ വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ വന്ന് പിന്നെ 2 ചെയിൻ പിന്നെ അഗെയിൻ DC. ഞാൻ ഓവർ ചെയ്ത് അതേ ഈ ഹോളിലിട്ട് 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ കൊണ്ടുവന്നു പിന്നെ വീണ്ടും ഞാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലേ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇപ്പം അത്ര ചെയ്ത് ഇനി അതുപോലെ ഈ ഓരോ 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേൽ ആ എൻഡ് വരെ ചെയ്യണം. ഇങ്ങനെ ഓരോ മൂന്നാമത്തെ റോയിലും ലാസ്റ്റ് വരെ ചെയ്യണം. ഓക്കെ, അതുവരെ ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ മുകൾ ഭാഗത്ത് ഒരു V ഷേപ്പ് കിട്ടും. ഇനി ഇവിടെ 3 ചെയിൻ ചെയ്യാം. ആ എൻഡിൽ 3 ചെയിൻ ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യാം. സംഭവം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് കുറേ V ഷേപ്പ് കിട്ടും. ആ V ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് 5 DC ചെയ്യണം. ഞാൻ ഓവർ ചെയ്ത് ഫസ്റ്റ് 2ലേക്കൂടെ എടുത്ത് അഗെയിൻ ഞാൻ ഓവർ ചെയ്ത് ഫസ്റ്റ് 2ലേക്കൂടെ അതേ വീൻ്റെ ഹോളിലേക്ക് രണ്ടാമത്തതും ഞാൻ ഓവർ ചെയ്ത് രണ്ടാമത്തെ DC ആണ് ഇത്. ഞാൻ ഓവർ ചെയ്ത് വീണ്ടും ചെയ്ത് ഇത് മൂന്നാമത്തെ DC സെയിം ഹോളാണ്. എന്നാൽ ആ ഒരു പെറ്റൽ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം. ഇത് 3ആയി. നാലാമത്തെ പിന്നെ 5. 5 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെയിൻ പെൻഡിങ് പോലെ കാണും. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതായത് അതിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് ഞാൻ പുറത്തേക്കെടുത്ത് ഞാൻ ഓവർ ചെയ്ത് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്നാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത V ഷേപ്പ് കിട്ടും. ആ V ഷേപ്പിലേക്ക് വീണ്ടും 5 DC. ഒരു DC ആയി. രണ്ട് DC. 3 DC. സ്പേസിൽ കുറച്ച് അടുപ്പിച്ചിട്ട് ചെയ്താൽ മതി. 4 DC. ഫൈനലി 5th DC. ഇത് എല്ലാ വീലും ചെയ്യണം. വീന്നിലെടുത്ത് ഇനി അടുത്ത ആ ചെയിനിൽ നേരത്തെ ചെയ്ത പോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത
അടുത്ത വി ഷേപ്പിൽ എഗെയിൻ 5DC. 1 2 3 4 5. ഇതുപോലെ എല്ലാ ഇതിലും ചെയ്യണം. ആദ്യം ഇതിൽ മൊത്തത്തിൽ ഇതുപോലെ ചെയ്യണം. ഈ വി ഷേപ്പിൻ്റെ ഉള്ളിലേക്ക്, എല്ലാ വി ഷേപ്പിൻ്റെ ഉള്ളിൽ ആ കാണുന്നതൊക്കെ വി ഷേപ്പാണ്. ഇതിലൊക്കെ ചെയ്യാം, എന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വണ്ണിൽ ചെയ്യുന്നതാണ്. ലാസ്റ്റ് എൻഡിൻ്റെ ഇതിൽ 5 ക്രോഷേ ചെയ്യുന്ന. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണേ, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഞാനങ്ങ് കട്ട് ചെയ്യാം. പിന്നെ അതിങ്ങനെ ഫ്ലെയറായി നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. മൊത്തത്തിലപ്പോൾ ഒരു ഫ്ലവർ ടൈപ്പ് ഇതിൽ കിട്ടും. ഈ യാൻ വലിക്കുമ്പോൾ കുറച്ച് നീളത്തിൽ വലിച്ചു, എന്താ വെച്ചാൽ നമുക്ക് അത് നീഡിൽ വെച്ചിട്ട് പിന്നീട് അതിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ജസ്റ്റ് എല്ലാത്തിനെയും ഒന്ന് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നീളത്തിലങ്ങ് കട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഉണ്ട് അതിങ്ങനെ ഒരു ഫ്ലെയറായി നിൽക്കുന്നത്. എന്നിട്ടതിങ്ങനെ ചുറ്റിയെടുക്കാം. നല്ല ഓരോ ഇതും ആ ഫസ്റ്റ് വണ്ണം അതും അവിടെ വെച്ചോ, എന്താ വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ടൈ ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. ഓരോ ലെയർ ബൈ ലെയറായിട്ട് നമുക്ക് ഒരു റോസിൻ്റെ ഒരു ലെയറിൽ അതുപോലെ തന്നെ കിട്ടും. അങ്ങനെ അത് നല്ല പെർഫെക്ഷനോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നേരത്തെ കട്ട് ചെയ്ത ത്രെഡില്ലേ അത് ആ നീഡിലിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് അതിൻ്റെ ഓരോ ലെയറിൻ്റെ ഉള്ളിലേക്കൂടെ ജസ്റ്റ് ആ നീഡിലൊന്ന് കയറ്റി എല്ലാ ഭാഗവും ഒന്ന് ടൈറ്റായോ എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഓരോന്നിൻ്റെയും ഉള്ളിലേക്കൂടി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് സംഭവം സിമ്പിളാണ്. നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ കൂടുതൽ ലെയേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചെയിൻ കൂട്ടിയിട്ട് ബാക്കിയൊക്കെ ചെയ്താൽ ഒരു ലെയറും കൂടിയാവും. അപ്പോൾ കുറച്ചും കൂടെ വലിയ റോസ് കിട്ടും. ഇത് ഒരു നോർമൽ റോസ്.
അങ്ങനെ ഓരോ ഏരിയയിലും ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് ഇട്ടാൽ അത് ഇളകിപ്പോവില്ല. മിഡിലത്തെ ആ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അത് പുറത്തോട്ട് വരാതെ നോക്കണം. കളറ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ യെല്ലോ എടുത്ത്, നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡ് എടുക്കുക, റോസ് വേണമെങ്കിൽ റോസ് എടുക്കുക. ഏത് വെറൈറ്റി യാനും കിട്ടും. അതങ്ങോട്ട് കൂട്ടിക്കെട്ടി ടൈറ്റാക്കാം. എന്നിട്ട് ആ ബാക്കിയുള്ള യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വെക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തോട്ടിങ്ങനെ തള്ളിക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഈ ഹുക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് കയറ്റി വെച്ചാൽ മതി. പുറത്തേക്ക് കാണാത്തക്ക വിധത്തിൽ അങ്ങ് കയറ്റി വെക്കാം. അപ്പോൾ സംഭവം സെറ്റായി. ക്യാമറ കുറച്ച് ഒന്ന് ഇതായിപ്പോയി, അപ്പോൾ അത് ഞാൻ എടുത്ത് ഇതൊന്ന് കാണാതായി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ടൈം ശരിയാക്കാം. ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല അത് കറക്റ്റായി വന്നോന്നില്ലത്. ജസ്റ്റ് ഓരോന്നിൻ്റെ ഉള്ളിലേക്കൂടെ അങ്ങ് കയറ്റി വിട്ടാൽ മതി. എന്നിട്ട് ബാക്കി വരുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇതുമായി വരാം. ബൈ.